അയ്യോ എന്തോ ചേച്ചി സമയം ഇത്തിരി വെള്ളം ഇങ്ങടുത്തെ. എന്തോ ചേച്ചി? എന്താന്നറിയില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോ തുടങ്ങിയതാ മനം പുരട്ടല്. മീൻകറിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഈ ഛർദി മീൻകറിയുടേതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, അതല്ലാതെ വേറൊന്നും അവൻ തരവില്ല. എന്താ ചേച്ചി? ഒരു തലകറക്കം പോലെ. എങ്കി വാ, 5 മിനിറ്റ് കിടക്ക്, ഞാൻ പ്രതാപ് സാറിനെ വിളിച്ച് പറയാം. ഏയ്, അതൊന്നും വേണ്ട, കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളും. അയ്യോ, എന്തു പറ്റി ആലീസേ? ഒന്ന് ഛർദിച്ചു. ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നും വേണ്ട, ചെറിയൊരു തലകറക്കം പോലെ തോന്നി. ഇപ്പൊ കുഴപ്പമില്ല. പ്രതാപ് സാറിനെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. SP ഓഫീസിൽ പോയതാ, ചിലപ്പോ സൈലന്റ് മോഡിലായിരിക്കും. എങ്കിലും ഒരു കാര്യം ചെയ്യ്, ആലീസ് വീട്ടിലോട്ട് പോയിക്കോ, സബിനെയും കൂടെ വരും. ചെല്ലു സാമിനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കോളാം. ഹോസ്പിറ്റലിൽ പോണോ ചേച്ചി? ഒരു ചെക്കപ്പ് നല്ലതാ, കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കാലോ. സബീനെ, എനിക്കൊരു കുഴപ്പമില്ല, ഒന്ന് പോയേ. ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ചേച്ചി ക്ഷീണം ഒന്നും മറച്ചു വെക്കണ്ട. ആ കണ്ണ് കണ്ടാ അറിയാം, ആലീസിന് നല്ല ക്ഷീണമുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. ഓ ചെല്ല്, പൊയ്ക്കോ. സൂക്ഷിച്ചു പതുക്കെ. അതെ, ഇത് വെറും ഛർദിയും തലകറക്കൊന്നും അല്ല. പിന്നെ നമുക്ക് ഉടനെ ഒരു ചെലവ് കിട്ടാനുള്ള വകുപ്പാ അത്. അത് ശരി. സാർ, ആലീസിന് എവിടെ ഡ്യൂട്ടി? ഡ്യൂട്ടി ഇടാതെയാണ് സാർ DYSP ഓഫീസിലേക്ക് പോയത്. എന്നിട്ട് ആളെവിടെ? വീട്ടിൽ പോയി സാർ. ഈ സ്റ്റേഷന്റെ ചുമതലക്കാരനായ ഞാൻ അറിയാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ വീട്ടിൽ പോയെന്നോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നിങ്ങൾക്കൊക്കെ തോന്നിയതുപോലെയാണോ? നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. ഉച്ച കഴിഞ്ഞപ്പോ ആലീസ് ഒന്ന് ഛർദിച്ചു. ആലീസ് ഛർദിച്ചെന്നോ? ഛർദിച്ചു, വലിയ ക്ഷീണമായിരുന്നു. ഓ, സാറിനെ വിളിച്ചായിരുന്നു. SP ഓഫീസിലായതുകൊണ്ടായിരിക്കും ഫോൺ എടുത്തില്ല. ഫോൺ സൈലന്റിലായിരുന്നു. ഹലോ പ്രതാപേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ലെന്നേ. സ്റ്റേഷനിൽ തിരിച്ചെത്തിയോ? ചെറിയൊരു ഛർദിയും തലകറക്കവും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നിത്തിരി നേരത്തെ വരുമോ? എന്തിനാ? എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷ വാർത്ത? എന്ത് സന്തോഷ വാർത്ത? അതങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞാൽ ത്രില്ല് പോവും. എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ, എപ്പോഴാ ദൈവം പ്രാർത്ഥന കേട്ടെ. എന്താന്ന് വെച്ചാ നീ തെളിച്ചു പറ. 7 വർഷത്തിന് ശേഷം ഭാര്യ എന്ന നിലയിൽ എനിക്ക് എന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം വന്നു ചേർന്നു. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം വരണേ. ഈ സന്തോഷം എനിക്ക് ആദ്യം പ്രതാപേട്ടനോട് പറയണം. ഞാനിന്ന് കുറച്ച് ലേറ്റ് ആവും. എന്താ സാറേ? ഇത് സംഗതി ഞാൻ പറഞ്ഞത് തന്നെയാ. സന്തോഷ വാർത്ത എന്നൊക്കെ ഫോണിൽ പറയുന്ന കേട്ടില്ലേ? എന്താ ഒരു സന്തോഷ വാർത്ത? നമുക്ക് ചെലവിനുള്ള ഒരു വക ഒത്തുവരുന്നുണ്ട് സെബാസ്റ്റ്യൻ സാറേ. കയ്യിന്ന് കാശ് പോകുന്ന ചെലവൊന്നുമില്ല. ഈ ആഴ്ച തന്നെ 3 കല്യാണം, 2 മാമോദിസ, 2 പാലുകാച്ച്, മൊത്തം ഒരു 10,000 രൂപ മാറി കിട്ടി. ഇനി ഒരു ചെലവും കൂടി വന്നാൽ ഞാൻ പൊട്ടിപ്പോവും. പ്രതാപ് സാറും ചേച്ചിയും കൂടി നമുക്ക് ചെലവ് തരുന്ന കാര്യാ ഞാൻ പറഞ്ഞത്. അതെന്ത് പരിപാടി? ചേച്ചി ഗർഭിണിയാ. പ്രതാപ് സാർ അറിയാതെയോ? അതറിയിക്കാനല്ലേ ചേച്ചി വീട്ടിൽ നിന്ന് വിളിച്ചത്. ശരിക്കുള്ളതാ? പിന്നെ അല്ലാണ്ട്. ചേച്ചി ഛർദിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായതാ. ഇനിയിപ്പോ ഉറപ്പിക്കാലോ. പ്രതാപേട്ടാ, മോളുണ്ടായിട്ട് 6-7 വർഷമായി. അതിന് നമുക്കൊരു കുഞ്ഞും കൂടി വേണ്ടേ? വേണ്ട.
ഒന്നിന്റെ കാര്യം പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല. അതിനിടയില ഇനി ഇക്കാര്യം നീ മിണ്ടിപ്പോരുത്. മിണ്ടിയാൽ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും. വേണ്ടെങ്കി വേണ്ട, പോ. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. മനുഷ്യനെ ചുമ്മാ വഴി തെറ്റിക്കുക. അവള് വളരെ വിദഗ്ധമായിട്ട് പണിയൊപ്പിച്ചു. പെണ്ണല്ലേ വർഗം. പുരുഷോത്തമാ, സാർ വിളിച്ചായിരുന്നോ? കേട്ടായിരുന്നോ? കേട്ട പോലെ. ഓ, ആ എന്നാൽ ആ തൊപ്പി ഊരി ആ കസേരയിലോട്ട് ചെന്നിരുന്നേ. ഓക്കെ സാർ. സതീഷിനെ പോലെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഒരു സഹോദരനോട് എന്നതുപോലെ സാറിന് എന്നോട് എന്തും പറയാം. കോടീശ്വരന്മാരായ ഭാര്യ വീട്ടുകാർ, ആ മകനെ പടിയടച്ചിറക്കി വിട്ട അമ്മയും സഹോദരങ്ങളും, ആ രണ്ടു കൂട്ടരോടുള്ള വാശിയിൽ ജീവിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഭർത്താവ്. പുരുഷോത്തമൻ എന്തെങ്കിലും പിടികിട്ടിയോ? ഇത് സാറിന്റെ കഥയാണെന്ന് പിടികിട്ടി. ആലിസ് ആദ്യം ഗർഭിണിയായപ്പോ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനും ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാനൊന്നും ആരുമില്ലായിരുന്നു. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അതിന്റെ ഉത്തരവാദിയും സാർ തന്നെയല്ലേ? അതെ, അന്നേ തീരുമാനിച്ചതാ ഇനി ഒരു കുഞ്ഞുണ്ടാകുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഇല്ലായ്മയിലാകരുതെന്ന്. പഴയ അവസ്ഥയാണോ? ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ? അതുകൊണ്ടെല്ലാം ആയോ? സ്വന്തമായി ഒരു വീടുണ്ടോ? ഒരു കാറുണ്ടോ? ബാങ്ക് ബാലൻസ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ലാത്തടത്ത് ഇനി ഒരു കുഞ്ഞുകൂടി പിറന്നാൽ എന്തായിരിക്കും സ്ഥിതി? കുഞ്ഞുങ്ങൾ ഈശ്വരൻ തരുന്ന സമ്മാനമാണ്. വീടും കാറും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സമ്മാനം സ്വീകരിക്കാനിരുന്നാൽ ചിലപ്പോൾ അത് കിട്ടിയില്ലെന്നിരിക്കും. കാര്യങ്ങൾ തുറന്നു പറയാലോ. ആലിസ് വീണ്ടും ഗർഭിണിയായോ എന്നൊരു സംശയം. അവൾ വലിയ സന്തോഷത്തിലാ. പക്ഷെ ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാനിപ്പോ. അതുകൊണ്ട് പുരുഷോത്തമൻ നാളെ വൈഫിനെയും കൂട്ടി വീട് വരെ ഒന്ന് വരണം. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാര് ഒരു കുഞ്ഞിനു വേണ്ടി ഈശ്വര സന്നിധിയിൽ കൈയും നീട്ടി നിൽക്കുമ്പോ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അത് ദൈവം പൊറുക്കില്ല സാർ. ഉദരത്തിലുണ്ടായിരിക്കുന്ന ജീവനെ അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് നടക്കാൻ അനുവദിക്കും സാറേ. സാഹിത്യം പറയാൻ ഇയാളായിരിക്കും MD വാസുദേവൻ നായർ. ഇക്കാര്യത്തിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. എന്ത് വേണമെന്ന് SI പ്രതാപേന്ദ്രൻ തീരുമാനം. ഇതെന്താ പാലോ? അല്ല, മോരും വെള്ളം. എന്താ? ചൂടിന് നല്ലതാ. പ്രതാപേട്ടാ, ഇത് ബദാം ചേർത്ത പാല. ഈ സമയത്ത് ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമ. അങ്ങനെ അവസാനം നിനക്ക് തോന്നിയല്ലോ. എന്ത്? എന്റെ ആരോഗ്യം പരിപാലിക്കണോന്ന്. ഇത് എന്റെ ആരോഗ്യത്തിന്. ഡോക്ടർ ലൈല കുര്യൻ പ്രത്യേകം പറഞ്ഞു, ആലീസെ, അമ്മ പോഷക ഗുണമുള്ളത് കഴിച്ചെങ്കിൽ മാത്രമേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ വളരൂ എന്ന്. ആലിസേ, ഇന്നത്തെ കാലത്ത് ഈ പ്രസവം എന്ന് പറഞ്ഞ വലിയ ചിലവേറിയ ഒരു സംഗതിയാണ്. എന്ന് ആര് പറഞ്ഞു? പുഷ്പ ചേച്ചിയുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന ലളിതയുടെ മോള് കഴിഞ്ഞ വെള്ളിയാഴ്ചയാ പോയി പ്രസവിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ആശുപത്രി പോയി, വെള്ളിയാഴ്ച പ്രസവിച്ചു, ശനിയാഴ്ച വീട്ടിലും വന്നു. ജനറൽ ആശുപത്രിയിലായിരുന്നു പ്രസവം. എല്ലാം കൂടി ഒരു 1500 രൂപയായുള്ളെന്നാ ലളിത പറഞ്ഞത്. അത് ലളിത. അതുപോലെയാണോ സ്ഥലവ്യസയുടെ ഭാര്യ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഞാൻ നിന്നെ കാണിക്കൂ. കുറഞ്ഞത് ഒരു ദിവസം 5000 രൂപയെങ്കിലും റൂം റെന്റ് ആവും. പിന്നെ ട്രീറ്റ്മെന്റ്, അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പെങ്കിലും അവിടെ അഡ്മിറ്റ് ആവണം. പ്രസവം കഴിഞ്ഞ് കുറഞ്ഞത് 10 ദിവസമെങ്കിലും അവിടെ തന്നെ റെസ്റ്റ് എടുക്കണം. എന്തായാലും 1 ലക്ഷം രൂപയെങ്കിലും മാറ്റി വെച്ചേ പറ്റൂ. എവിടുന്ന്? എവിടെ? ആ ചോദ്യത്തിന് ഈ അവസരത്തിൽ വളരെ പ്രസക്തിയുണ്ട്. എവിടെന്ന്? ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മൾ ആ പണം എവിടെന്ന് കണ്ടെത്തും? 1 ലക്ഷം വേണ്ട, കൂടിപ്പോയ 10000 രൂപ. 10000 രൂപയോ? നടക്കില്ല ആലിസേ. പ്രതാപേട്ടൻ ഒരു 10000 രൂപ എന്റെ കയ്യിലേക്ക് താ. ഞാൻ പോയി അന്തസ്സായിട്ട് പ്രസവിച്ചേച്ച് വരാം. SI പ്രതാപചന്ദ്രന്റെ ഭാര്യ അങ്ങനെ ചുമ്മാ പോയി പ്രസവിച്ച് വരേണ്ടവളല്ല. എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എവിടെ പ്രസവിക്കണം, എവിടെ വളരണം എന്നൊക്കെ. അത് പ്രതാപേട്ടന് മാത്രമല്ല, എനിക്കും ഉണ്ട്. നിന്റെ കാര്യം വിട്. ഇക്കാര്യങ്ങൾക്കൊക്കെ വളരെ ലോക്കലായിട്ട് ചിന്തിക്കുന്നവളാണ് നീ എന്ന് എനിക്ക് നേരത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നീ കേൾക്കണം. എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നീ തരണം.
നിനക്ക് പെട്ടെന്ന് പ്രസവവേദന വന്നാൽ നിന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോവാൻ നമുക്ക് സ്വന്തമായി ഒരു കാറുണ്ടോ? ഒരു ടാക്സി പിടിച്ചാ പോരെ. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ പറ. ഇല്ല. ഉണ്ടോ? ആ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുമായി കേറി വരാൻ നമുക്ക് സ്വന്തമായി ഒരു വീടുണ്ടോ? ഈ വീടിന് എന്താ കുഴപ്പം? സ്വന്തമായി വീടുണ്ടോ? ഇല്ല. ആ, അങ്ങനെ സ്വന്തമായി ഒന്നുമില്ല. അയ്യോ, എന്തോ പറ്റി? എന്തോ ചേച്ചി? സമയം ഇത്തിരി വെള്ളം ഇങ്ങടുത്തെ. ദാ. എന്തുവാ ചേച്ചി? എന്താന്നറിയില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോ തുടങ്ങിയതാ മനം പുരട്ടല്. മീൻകറിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഈ ഛർദി മീൻ കറിയുടേതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, അതല്ലാതെ വേറൊന്നും അവൻ തരവില്ല. എന്താ ചേച്ചി? ഒരു തലകറക്കം പോലെ. എങ്കി വാ, 5 മിനിറ്റ് കിടക്ക്, ഞാൻ പ്രതാപ് സാറിനെ വിളിച്ച് പറയാം. ഏയ്, അതൊന്നും വേണ്ട, കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളും. അയ്യോ, എന്തു പറ്റി ആലീസേ? ഒന്ന് ഛർദിച്ചു. ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നും വേണ്ട, ചെറിയൊരു തലകറക്കം പോലെ തോന്നി. ഇപ്പൊ കുഴപ്പമില്ല. പ്രതാപ സാറിനെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. SP ഓഫീസിൽ പോയതാ, ചിലപ്പോ സൈലന്റ് മോഡിലായിരിക്കും. എങ്കിലും ഒരു കാര്യം ചെയ്യ്, ആലീസ് വീട്ടിലോട്ട് പോയിക്കോ, സബിനെയും കൂടെ വരും. ചെല്ലു സാമിനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കോളാം. ഹോസ്പിറ്റലിൽ പോണോ ചേച്ചി? ഒരു ചെക്കപ്പ് നല്ലതാ, കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കാലോ. ദേ സബീനെ, എനിക്കൊരു കുഴപ്പമില്ല, ഒന്ന് പോയേ. ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ചേച്ചി ക്ഷീണം ഒന്നും മറച്ചു വെക്കണ്ട. ദേ, ആ കണ്ണ് കണ്ടാ അറിയാം ആലീസിന് നല്ല ക്ഷീണമുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. ഓ ചെല്ല്. പൊയ്ക്കോ. സൂക്ഷിച്ചു പതുക്കെ. അതെ, ഇത് വെറും ഛർദിയും തലകറക്കൊന്നും അല്ല. പിന്നെ നമുക്ക് ഉടനെ ഒരു ചെലവ് കിട്ടാനുള്ള വകുപ്പാ അത്. അത് ശരി. സാർ, ആലീസിന് എവിടെ ഡ്യൂട്ടി? ഡ്യൂട്ടി ഇടാതെയാണ് സാർ DYSP ഓഫീസിലേക്ക് പോയത്. എന്നിട്ട് ആളെവിടെ? വീട്ടിൽ പോയി സാർ. ഈ സ്റ്റേഷന്റെ ചുമതലക്കാരനായ ഞാൻ അറിയാതെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ വീട്ടിൽ പോയെന്നോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നിങ്ങൾക്കൊക്കെ തോന്നിയതുപോലെയാണോ? നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. ഉച്ച കഴിഞ്ഞപ്പോ ആലീസ് ഒന്ന് ഛർദിച്ചു. ആലീസ് ഛർദിച്ചെന്നോ? ഛർദിച്ചു, വലിയ ക്ഷീണമായിരുന്നു. ഓ, സാറിനെ വിളിച്ചായിരുന്നു. SP ഓഫീസിലായതുകൊണ്ടായിരിക്കും ഫോൺ എടുത്തില്ല. ഫോൺ സൈലന്റിലായിരുന്നു. ഹലോ പ്രതാപേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ലെന്നേ. സ്റ്റേഷനിൽ തിരിച്ചെത്തിയോ? ചെറിയൊരു ഛർദിയും തലകറക്കവും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നിത്തിരി നേരത്തെ വരുമോ? എന്തിനാ? എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷ വാർത്ത? എന്ത് സന്തോഷ വാർത്ത? അതങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞാൽ ത്രില്ല് പോവും. എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ. എപ്പോഴാ ദൈവം പ്രാർത്ഥന കേട്ടെ. എന്താന്ന് വെച്ചാ നീ തെളിച്ചു പറ. 7 വർഷത്തിന് ശേഷം ഭാര്യ എന്ന നിലയിൽ എനിക്ക് എന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം വന്നു ചേർന്നു. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം വരണേ. ഈ സന്തോഷം എനിക്ക് ആദ്യം പ്രതാപേട്ടനോട് പറയണം. ഞാനിന്ന് കുറച്ച് ലേറ്റ് ആവും. എന്താ സാറേ? ഇത് സംഗതി ഞാൻ പറഞ്ഞത് തന്നെയാ. സന്തോഷ വാർത്ത എന്നൊക്കെ ഫോണിൽ പറയുന്ന കേട്ടില്ലേ? എന്താ ഒരു സന്തോഷ വാർത്ത? നമുക്ക് ചെലവിനുള്ള ഒരു വക ഒത്തുവരുന്നുണ്ട് സെബാസ്റ്റ്യൻ സാറേ. കയ്യിന്ന് കാശ് പോകുന്ന ചെലവൊന്നുമില്ല. ഈ ആഴ്ച തന്നെ 3 കല്യാണം, 2 മാമോദിസ, 2 പാലുകാച്ച്, മൊത്തം ഒരു 10,000 രൂപ മാറി കിട്ടി. ഇനി ഒരു ചെലവും കൂടി വന്നാൽ ഞാൻ പൊട്ടിപ്പോവും. പ്രതാപ് സാറും ചേച്ചിയും കൂടി നമുക്ക് ചെലവ് തരുന്ന കാര്യാ ഞാൻ പറഞ്ഞത്. അതെന്ത് പരിപാടി? ചേച്ചി ഗർഭിണിയാ. പ്രതാപ് സാർ അറിയാതെയോ? അതറിയിക്കാനല്ലേ ചേച്ചി വീട്ടിൽ നിന്ന് വിളിച്ചത്. ശരിക്കുള്ളതാ? പിന്നെ അല്ലാണ്ട്. ചേച്ചി ഛർദിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായതാ. ഇനിയിപ്പോ ഉറപ്പിക്കാലോ.
പ്രതാപേട്ടാ, മോളുണ്ടായിട്ട് 6-7 വർഷമായി. അതിന് നമുക്കൊരു കുഞ്ഞും കൂടി വേണ്ടേ? വേണോടാ. ഉള്ള ഒന്നിന്റെ കാര്യം പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല. അതിനിടയില ഇനി ഇക്കാര്യം നീ മിണ്ടിപ്പോരുത്. മിണ്ടിയാൽ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും. വേണ്ടെങ്കി വേണ്ട, പോ. അങ്ങോട്ട് തിരിഞ്ഞിട. മനുഷ്യനെ ചുമ്മാ വഴി തെറ്റിക്കുക. അവള് വളരെ വിദഗ്ധമായിട്ട് പണിയൊപ്പിച്ചു. പെണ്ണല്ലേ വർഗം. പുരുഷോത്തമാ, സാർ വിളിച്ചായിരുന്നോ? കേട്ടായിരുന്നോ? കേട്ട പോലെ. ഓ, ആ എന്നാൽ ആ തൊപ്പി ഊരി ആ കസേരയിലോട്ട് ചെന്നിരുന്നേ. ഓക്കെ സാർ. സതീഷിനെ പോലെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഒരു സഹോദരനോട് എന്നതുപോലെ സാറിന് എന്നോട് എന്തും പറയാം. കോടീശ്വരന്മാരായ ഭാര്യ വീട്ടുകാർ, ആ മകനെ പടിയടച്ചിറക്കി വിട്ട അമ്മയും സഹോദരങ്ങളും, ആ രണ്ടു കൂട്ടരോടുള്ള വാശിയിൽ ജീവിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഭർത്താവ്. പുരുഷോത്തമൻ എന്തെങ്കിലും പിടികിട്ടിയോ? ഇത് സാറിന്റെ കഥയാണെന്ന് പിടികിട്ടി. ആലിസ് ആദ്യം ഗർഭിണിയായപ്പോ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനും ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാനൊന്നും ആരുമില്ലായിരുന്നു. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അതിന്റെ ഉത്തരവാദിയും സാറ് തന്നെയല്ലേ? അതെ, അന്നേ തീരുമാനിച്ചതാ ഇനി ഒരു കുഞ്ഞുണ്ടാകുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഇല്ലായ്മയിലാകരുതെന്ന്. പഴയ അവസ്ഥയാണോ? ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ? അതുകൊണ്ടെല്ലാം ആയോ? സ്വന്തമായി ഒരു വീടുണ്ടോ? ഒരു കാറുണ്ടോ? ബാങ്ക് ബാലൻസ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ലാത്തടത്ത് ഇനി ഒരു കുഞ്ഞുകൂടി പിറന്നാൽ എന്തായിരിക്കും സ്ഥിതി? കുഞ്ഞുങ്ങൾ ഈശ്വരൻ തരുന്ന സമ്മാനമാണ്. വീടും കാറും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സമ്മാനം സ്വീകരിക്കാനിരുന്നാൽ ചിലപ്പോൾ അത് കിട്ടിയില്ലെന്നിരിക്കും. കാര്യങ്ങൾ തുറന്നു പറയാലോ. ആലിസ് വീണ്ടും ഗർഭിണിയായോ എന്നൊരു സംശയം. അവൾ വലിയ സന്തോഷത്തിലാ. പക്ഷെ ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാനിപ്പോ. അതുകൊണ്ട് പുരുഷോത്തവും നാളെ വൈഫിനെയും കൂട്ടി വീട് വരെ ഒന്ന് വരണം. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാര് ഒരു കുഞ്ഞിനു വേണ്ടി ഈശ്വര സന്നിധിയിൽ കൈയും നീട്ടി നിൽക്കുമ്പോ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അത് ദൈവം പൊറുക്കില്ല സാർ. ഉദരത്തിലുണ്ടായിരിക്കുന്ന ജീവനെ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടക്കാൻ അനുവദിക്കും സാറേ. സാഹിത്യം പറയാൻ ഇയാളായിരിക്കും MD വാസുദേവൻ നായർ. ഇക്കാര്യത്തിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. എന്ത് വേണമെന്ന് SI പ്രതാപേന്ദ്രൻ തീരുമാനം. ഇതെന്താ പാലോ? അല്ല, മോരും വെള്ളം. എന്താ? ചൂടിന് നല്ലതാ. പ്രതാപേട്ടാ, ഇത് ബദാം ചേർത്ത പാല. ഈ സമയത്ത് ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമ. അങ്ങനെ അവസാനം നിനക്ക് തോന്നിയല്ലോ. എന്ത്? എന്റെ ആരോഗ്യം പരിപാലിക്കണോന്ന്. ഇത് എന്റെ ആരോഗ്യത്തിനാ. ഡോക്ടർ ലൈല കുര്യൻ പ്രത്യേകം പറഞ്ഞു, ആലീസെ, അമ്മ പോഷക ഗുണമുള്ളത് കഴിച്ചെങ്കിൽ മാത്രമേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ വളരൂന്ന്. ആലിസേ, ഇന്നത്തെ കാലത്ത് ഈ പ്രസവം എന്ന് പറഞ്ഞ വലിയ ചിലവേറിയ ഒരു സംഗതിയാണ്. എന്ന് ആര് പറഞ്ഞു? പുഷ്പ ചേച്ചിയുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന ലളിതയുടെ മോള് കഴിഞ്ഞ വെള്ളിയാഴ്ചയാ പോയി പ്രസവിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ആശുപത്രി പോയി, വെള്ളിയാഴ്ച പ്രസവിച്ചു, ശനിയാഴ്ച വീട്ടിലും വന്നു. എടാ മോനെ ജോണിക്കുട്ടി, ഒരുത്തിന് പലിശയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ എടുത്താൽ ഞാൻ ഈ ഫ്രൂട്ട്സ് മുഴുവൻ വാങ്ങിച്ചോണ്ട് വന്നത്. നീ ഇതെല്ലാം കൂടെ എന്നാ ചെയ്യൂടാ? എന്തോ ചെയ്യാൻ? വല്ല NH-ന്റെ സൈഡിലാ കൊണ്ടിട്ട് വിൽക്കാം. കിലോ 10. അങ്ങനെ